ചൈനയെ പൂട്ടാൻ ഇന്ത്യയുടെ സമുദ്രനീക്കം. ഇന്ത്യ ഒരുക്കുന്ന ഡയമണ്ട് നെക്ലസ്. ചൈനയെ നേരിട്ടാക്രമിക്കാതെ തന്നെ അവരെ ശ്വാസം മുട്ടിക്കാൻ ഇന്ത്യ ഒരു മാസ്റ്റർ പ്ലാൻ ഒരുക്കുകയാണ്. അത് ഹിമാലയത്തിലല്ല, മറിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ്. ചൈനയുടെ ആധിപത്യത്തിന് അന്ത്യം കുറിക്കാൻ ഇന്ത്യ ഒരുക്കുന്ന ആ രഹസ്യ കുരുക്കെന്താണെന്ന് നോക്കാം. ആദ്യത്തെ വലിയ നീക്കം മൗറീഷ്യസിലെ അഗേലീഗ ദ്വീപ്. ഇവിടെ ഇന്ത്യ നിർമ്മിച്ച വമ്പൻ റൺവേയും സൈനിക കേന്ദ്രവും ആഫ്രിക്കൻ തീരം വരെയുള്ള ചൈനീസ് കപ്പലുകളെ നിരീക്ഷിക്കാൻ ഇന്ത്യയെ സഹായിക്കും. ചൈനയുടെ മുത്തുമാല തന്ത്രത്തിന് ഇന്ത്യ നൽകുന്ന ആദ്യ മറുപടിയാണിത്. രണ്ടാമത്തേത് അതീവ രഹസ്യമായ INS വർഷ. വിശാഖപട്ടണത്തിനടുത്ത് നിർമ്മിക്കുന്ന ഈ ഭൂഗർഭ താവളം ഇന്ത്യയുടെ ആണവ അന്തർവാഹിനികളുടെ താവളമായിരിക്കും. ശത്രുവിന്റെ സാറ്റലൈറ്റുകൾക്ക് പോലും കണ്ടെത്താൻ കഴിയാത്ത ഈ കേന്ദ്രം ഇന്ത്യയുടെ സമുദ്ര പ്രതിരോധത്തിലെ ഏറ്റവും വലിയ രഹസ്യമാണ്. മൂന്നാമത്തേത് ജർമ്മനിയുമായുള്ള വമ്പൻ സബ്മറീൻ കരാർ. അത്യാധുനികമായ 6 അന്തർവാഹിനികൾ നിർമ്മിക്കാൻ ഇന്ത്യയും ജർമ്മനിയും കൈകോർക്കുന്നു. ചൈനീസ് അന്തർവാഹിനികളെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് തുരത്താൻ ശേഷിയുള്ള ഈ സൈലന്റ് കില്ലേഴ്സ് വരും വർഷങ്ങളിൽ ഇന്ത്യൻ നേവിയുടെ കരുത്ത് ഇരട്ടിയാക്കും. നാലാമത്തേത് ശ്രീലങ്കയുമായുള്ള ഓയിൽ പൈപ്പ് ലൈൻ. ശ്രീലങ്കയിൽ ചൈനയുടെ സ്വാധീനം കുറയ്ക്കാൻ ഇന്ത്യ ഒരുക്കുന്ന തന്ത്രമാണിത്. ഇന്ത്യയിൽ നിന്ന് നേരിട്ട് ഇന്ധനം എത്തിക്കുന്നതിലൂടെ ശ്രീലങ്കയെ സാമ്പത്തികമായി ഇന്ത്യയുമായി ചേർത്ത് നിർത്താനും ചൈനയുടെ കയ്യിൽ നിന്ന് അവരെ മോചിപ്പിക്കാനും ഈ പദ്ധതി സഹായിക്കും. അഞ്ചാമത്തേത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. ഇതിനെ ഇന്ത്യയുടെ അൺസിങ്കബിൾ എയർക്രാഫ്റ്റ് കാരിയർ എന്നാണ് വിളിക്കുന്നത്. ചൈനയുടെ വ്യാപാര പാതയായ മലാക്ക കടലിടുക്കിന് തൊട്ടടുത്തുള്ള ഈ സ്ഥാനം യുദ്ധമുണ്ടായാൽ ചൈനയുടെ കഴുത്തു ഞെരുക്കാൻ ഇന്ത്യയെ സഹായിക്കും. കരയിലല്ല, കടലിലായിരിക്കും ഭാവിയിലെ യുദ്ധങ്ങൾ തീരുമാനിക്കപ്പെടുക. അതുകൊണ്ടാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഇന്ത്യയുടെ ഓരോ നീക്കവും ചൈന അതീവ ജാഗ്രതയോടെ നോക്കുന്നത്. ഇന്ത്യയുടെ ഈ സമുദ്രതന്ത്രങ്ങളെക്കുറിച്ച് നിങ്ങൾ എന്തു കരുതുന്നു? കമന്റ് ചെയ്യൂ. കൂടുതൽ ആവേശകരമായ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.